ഹോപ്സിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മാത്തമാറ്റിക്സ് മെൻ്റൽ എബിലിറ്റിയിലെ കുറച്ച് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് ചോദ്യം, ഒരു മാസത്തിലെ 3-ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ ആ മാസത്തിലെ 21-ാം തീയതിക്ക് ശേഷമുള്ള 4-ാം ദിവസം ഏതാണ്? 3-ാം തീയതി വെള്ളിയാണെങ്കിൽ 21-ാം തീയതിക്ക് ശേഷമുള്ള 4-ാം ദിവസം എന്ന് പറയുമ്പോൾ അത് 25-ാമത്തെ ദിവസമായിരിക്കും. അത് ഏതെന്ന് കണ്ടെത്തിയാൽ മതി. അതിനുവേണ്ടി 3-ന് ശേഷം 25 വരെ എത്ര ദിവസമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25-ന് 3 കുറച്ചാൽ 22 വരും. ആ 22-നെ 7 കൊണ്ട് ഹരിക്കുക. 7 3 21, ബാലൻസ് 1 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ വെള്ളിയുടെ കൂടെ 1 കൂട്ടുക. ഉത്തരം ശനി എന്ന് പറയാം, ശനി. ക്വസ്റ്റ്യൻ നമ്പർ 2, 15625 എന്ന സംഖ്യയുടെ വർഗ്ഗമൂലം കാണുക. ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ വർഗ്ഗമൂലം കണ്ടെത്താൻ വേണ്ടി തന്നിരിക്കുന്ന സംഖ്യയെ ഘടകങ്ങളാക്കുക. അപ്പോൾ ഇതിനെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 3125 എന്ന് വരും. 3125-നെ 5 കൊണ്ട് ഹരിച്ചാൽ 625 എന്ന് വരും. 625-നെ 5 കൊണ്ട് ഹരിച്ചാൽ 125 വരും. 125-നെ 5 കൊണ്ട് ഹരിച്ചാൽ 25 വരും. 25-നെ 5 കൊണ്ട് ഹരിച്ചാൽ 5 എന്ന് വരും. അപ്പോൾ ഈ 15625-ന് പകരം 5 ഗുണം 5 ഗുണം 5 ഗുണം 5 ഗുണം 5 ഗുണം 5 എന്ന് പറയാം. ഇനി വർഗ്ഗമൂലം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ 2 എണ്ണത്തിൽ നിന്ന് ഓരോന്ന് വീതം പുറത്തെടുക്കുക. ഇപ്പോൾ 2 5-ൽ നിന്ന് ഒരു 5 പുറത്തെടുക്കുമ്പോൾ 5 വരും. ഈ 2 5-ൽ നിന്ന് ഒരു 5 പുറത്തെടുക്കുമ്പോൾ 5 വരും. ഈ 2 5-ൽ നിന്നും ഒരു 5 പുറത്തെടുക്കുമ്പോൾ 5 വരും. അപ്പോൾ ഉത്തരം എത്രയാണെന്ന് ചോദിച്ചാൽ 125 എന്ന് വരും. ഈ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റയാൻ ഏതെന്നാണ് ചോദ്യം. ഫസ്റ്റ് നമ്പർ 100. സെക്കൻഡ് 10-ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 100 ആണ്. ഫോർത്ത് 1 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ 36 + 8 സ്ക്വയർ എന്ന് പറയുമ്പോൾ 64, അതിൻ്റെ വാല്യൂ 100 ആണ്. ഇവിടെ 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16, 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9, വാല്യൂ എന്ന് പറയുമ്പോൾ 25. അപ്പോൾ ഇത് 100, ഇത് 100, ഇത് 100, ഇതിൻ്റെ വാല്യൂ 25. ഒറ്റയാതെ ഏതെന്ന് ചോദിച്ചാൽ സി ഓപ്ഷൻ. ചോദ്യം നമ്പർ 4, 24 മീറ്ററും 16 മീറ്റർ നീളമുള്ള 2 PVC പൈപ്പുകൾ ഒരേ നീളത്തിലും പരമാവധി നീളത്തിലും മുറിക്കണം. ഓരോ കഷ്ണത്തിൻ്റെയും പരമാവധി നീളം എത്രയായിരിക്കും? ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസറിലേക്ക് എത്താൻ തന്നിരിക്കുന്ന സംഖ്യകളുടെ HCF കണ്ടാൽ മതി. 24-നെയും 16-നെയും 8 കൊണ്ട് ഹരിക്കാം. അപ്പം 3 വരും, 2 വരും. അപ്പോൾ പൊതുവായി ഹരിക്കാൻ പറ്റുന്ന നമ്പറായ 8 ആണ് ആൻസർ. ചോദ്യം നമ്പർ 5, 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/√4 ദ ഹോൾ സ്ക്വയറിൻ്റെ വില എത്ര? 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1-ൻ്റെ സ്ക്വയർ 1, 2-ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4. 1/√4 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1-ൻ്റെ സ്ക്വയർ 1, √4-ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വാല്യൂ 4 ആണ്. അപ്പോൾ 1/4 + 1/4, അതായത് 2 പ്രാവശ്യം 1/4 വരിക. അപ്പോൾ ആൻസർ നിങ്ങൾക്ക് 2/4 എന്ന് വരും. ഉത്തരം 1/2. 6th ചോദ്യം, 1/100-ൻ്റെ 12 1/2 മടങ്ങ് എത്ര? 1/100-ൻ്റെ 12 1/2 മടങ്ങ് എത്ര എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂടെ ഗുണിച്ചാൽ മതി. അപ്പോൾ 1/100 × 2 × 12 24 + 1 25/2 എന്ന് വരും. 25 കൊണ്ട് 100-നെ ഹരിക്കുകയാണെങ്കിൽ 4 വരും. അപ്പോൾ നമ്മുടെ വാല്യൂ 1/4 × 2 8 എന്ന് വരും. അപ്പോൾ നമ്മുടെ എ ഓപ്ഷൻ കിട്ടി, 1/8 വരും. ഇനി ഇവിടെ ഒരു പെർസെൻറ്റേജും കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ 1/8 എന്ന് പറയുന്ന ഭിന്നസംഖ്യയെ നമ്മൾ ശതമാനത്തിലാക്കാൻ ചോദിച്ചാൽ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. 100 കൊണ്ട്. അപ്പോൾ നമുക്ക് പറയാം 100-നെ 4 കൊണ്ട് ഹരിച്ചാൽ 25 വരും. 8-നെ 4 കൊണ്ട് ഹരിച്ചാൽ 2 വരും. അതായത് 25/2. 25/2 എന്ന് പറഞ്ഞാൽ 25-ൻ്റെ പകുതി. ഉത്തരം 12.5% എന്നും വരും. അപ്പോൾ ഒരു വാല്യൂ 1/8 എന്നും വരും. രണ്ടാമത്തെ വാല്യൂ 12.5% എന്നും വരും. ഓപ്ഷൻ എയും വരും, ബിയും വരും. ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും, എയും ബിയും. 7ാമത്തെ ചോദ്യം, സ്വാതിക് 35 ലക്ഷം രൂപയ്ക്ക് ഒരു പഴയ വീട് വാങ്ങുകയും 3 ലക്ഷം രൂപ അറ്റകുറ്റപ്പണികൾക്കായി ചെലവഴിക്കുകയും ചെയ്തു. പിന്നെ അത് 5% ലാഭത്തിൽ വിറ്റു എങ്കിൽ സ്വാതിക്കിന് എത്ര രൂപ കിട്ടി? സ്വാതിക് 35 ലക്ഷം രൂപയ്ക്ക് വീട് വാങ്ങി.
3 ലക്ഷം രൂപ അറ്റകുറ്റപ്പണികൾക്കായി വിനിയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര രൂപ ചിലവായെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 0.000083 38 ലക്ഷം രൂപയാണ് അയാൾക്ക് ചിലവായിരിക്കുന്നത്. ഇയാൾ 5% ലാഭത്തിലാണ് വിറ്റിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ 38 ലക്ഷം രൂപയുടെ 5% കണ്ടുപിടിക്കണം. ആ 5% എത്രയാണെന്ന് ചോദിച്ചാൽ 38 ലക്ഷം ഇൻറ്റു 100 എന്ന് വരും. അപ്പോൾ ഈ 2 ക്യാൻസലായിപ്പോയി. 38നെ 5 വെച്ച് ഗുണിച്ചാൽ നിങ്ങൾക്ക് 190 എന്ന് വരും. അതിൻ്റെ കൂടെ 3 0 എന്ന് പറയുമ്പോൾ 1,90,000 രൂപയാണ്. അപ്പോൾ ആകെ എത്ര രൂപ ലഭിച്ചു എന്ന് ചോദിച്ചാൽ ഈ 38 ലക്ഷത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് 1,90,000 കൂടി ചേർക്കുമ്പോൾ നിങ്ങൾക്ക് 0.000991 അപ്പം 3. അപ്പോൾ ആൻസർ എത്രയാണെന്ന് ചോദിച്ചാൽ 39,90,000 രൂപ എന്ന് പറയും. 8ാമത്തെ ചോദ്യം 1/2 + 1/4 + 1/8 + 1/16 ദശാംശ രൂപം എന്ത്? ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ഈ ഒരു കാര്യം നോക്കി. 1/2, 1/4, 1/8, 1/16. 1/2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഈ 1/2 എന്ന് പറയുന്നതിൻ്റെ ദശാംശ രൂപം ചോദിച്ചാൽ 1നെ 2 കൊണ്ട് ഹരിച്ച് നോക്കുക. അപ്പോൾ 1നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, പോയിൻ്റ് കൊടുത്ത് 0, 10നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 5 വരും. അപ്പോൾ 1/2ൻ്റെ ദശാംശ രൂപം 0.5 ആണ്. 1/2² എത്രയാണെന്ന് ചോദിച്ചാൽ ഈ 5നെ 5 കൊണ്ട് ഗുണിക്കുക, 25. സ്ക്വയർ ആയതുകൊണ്ട് 2 ദശാംശ സ്ഥാനം. 1/2³ എന്ന് പറയുമ്പോൾ 25നെ 5 കൊണ്ട് ഗുണിക്കുക, 125. ക്യൂബ് ആയതുകൊണ്ട് 3 ദശാംശ സ്ഥാനം. 1/2⁴ എന്ന് പറയുമ്പോൾ ഈ 125നെ 5 കൊണ്ട് ഗുണിക്കുക, 625. 4 ആയതുകൊണ്ട് 4 ദശാംശ സ്ഥാനം. അപ്പോൾ ഈ 1/2 ആണ് ഈ 1/2. 1/2² ആണ് 1/4. 1/2³ ആണ് 1/8. 1/2⁴ ആണ് 1/16. അങ്ങനെയാണെങ്കിൽ 1/2ൻ്റെ ദശാംശ സ്ഥാനം സംഖ്യ 0.5 ആണ്. അടുത്തതിൻ്റെ 0.25 ആണ്. അടുത്തതിൻ്റെ 0.125 ആണ്. അടുത്തതിൻ്റെ 0.0625 ആണ്. ഇത് കൂട്ടിയാൽ മതി. അപ്പോൾ 5 വരും, ഇവിടെ 7 വരും. 5 × 7 7 6 13 വരും. 5 × 7 8 8 1 9. ആൻസർ 0.9375 വരും. ചോദ്യം നമ്പർ 9. ശ്രുതിയുടെ പിതാവ് ശ്രുതിയുടെ മുത്തച്ഛനേക്കാൾ 26 വയസ്സ് ഇളയതും ശ്രുതിയേക്കാൾ 29 വയസ്സ് കൂടുതലുമാണ്. മൂവരുടെയും പ്രായത്തിൻ്റെ ആകെ തുക 135 വർഷമാണ്. എങ്കിൽ ശ്രുതിയുടെ വയസ്സ് എത്ര? ഈ ചോദ്യത്തിൽ ശ്രുതിയേക്കാൾ 29 വയസ്സ് കൂടുതലാണ് തൻ്റെ പിതാവിന്. അപ്പോൾ ശ്രുതിയുടെ വയസ്സ് എക്സ് ആയിട്ട് എടുത്താൽ പിതാവിൻ്റെ വയസ്സ് x + 29 എന്ന് പറയാം. ഇനി ആ പിതാവിനേക്കാൾ 26 വയസ്സ് മൂത്തതാണ് മുത്തശ്ശൻ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ്റെ വയസ്സ് x + 29 + 26 എന്ന് പറയാം. ഓക്കെ, ഇനി ഈ 3 പേരുടെ കൂടെ വയസ്സിൻ്റെ തുക 135 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എക്സും x + 29ഉം ഈ x + 29 + 26 കൂടെ ചേരുമ്പോൾ 135 എന്ന് വരും. അപ്പോൾ എക്സും കൂടെ ചേരുമ്പോൾ 3x എന്ന് വരും. 29ഉം 26ഉം കൂടെ ചേരുമ്പോൾ 84 എന്ന് വരും. അതിൻ്റെ വാല്യൂ ആണ് 135 തന്നിരിക്കുന്നത്. അപ്പോൾ 3x വില എത്രയാണെന്ന് ചോദിച്ചാൽ 135 84 കുറച്ചാൽ മതി. 3x വില 135 84 കുറയ്ക്കുമ്പോൾ 51 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ 51നെ 3 കൊണ്ട് ഹരിക്കുക. 51നെ 3 കൊണ്ട് ഹരിച്ചാൽ 17 × 3 ആണ് 51. അപ്പോൾ വാല്യൂ 17 എന്ന് വരും. ശ്രുതിയുടെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ ആൻസർ 17 ആയിരിക്കും. 10ാമത്തെ ചോദ്യം. സമാന ബന്ധം ഏതെന്നാണ് ചോദ്യം. വൃത്തസ്തംഭം 3, അർദ്ധഗോളം ഏത് വരും എന്നാണ് ചോദ്യം. വൃത്തസ്തംഭം എടുക്കുകയാണെങ്കിൽ അതിന് 1 2 3 ഫേസ് ഉണ്ടായിരിക്കും. അർദ്ധഗോളം എടുക്കുകയാണെങ്കിൽ അതിന് 1 2 ഫേസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആൻസർ നിങ്ങൾക്ക് 2 എന്ന് പറയാം. 11ാമത്തെ ചോദ്യം. -3 ബ്രാക്കറ്റിൽ 5 - 2 പ്ലസ് ബ്രാക്കറ്റിൽ -3 × 0. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള 5 - 2 സോൾവ് ചെയ്യുകയാണെങ്കിൽ -3 × 5 ന്ന് 2 കുറയ്ക്കുമ്പോൾ 3 പ്ലസ് -3 × 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ -3 × 3 എന്ന് പറയുമ്പോൾ ഉത്തരം -9 വരും. 12ാമത്തെ ചോദ്യം. 2.5 × 23 - 1.5 × 23. അങ്ങനെയാണെങ്കിൽ 2 ഭാഗത്തും 23നെ കാണാൻ സാധിക്കും.
ആ 23നെ നമ്മൾ പൊതുസംഖ്യയായിട്ട് കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അവശേഷിക്കുന്നത് 2.5 ആയിരിക്കും, ഇവിടെ അവശേഷിക്കുന്നത് 1.5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ 23 ഇൻറ്റു 2.5യിൽ നിന്നും 1.5 പോയാൽ ബാക്കി എത്ര ആയിരിക്കും? 1. അപ്പോൾ ആൻസർ 23 എന്ന് വരും. 13ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ അനകസംഖ്യ അല്ലാത്തത് ഏത്? ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യയുടെ ഇരട്ടിയാണെങ്കിൽ അത്തരം സംഖ്യകളെയാണ് നമ്മൾ അനകസംഖ്യ എന്ന് പറയുന്നത്. 6 എന്ന് പറയുന്ന നമ്പർ എടുക്കുകയാണെങ്കിൽ 6ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കും? 1, 2, 3, 6. ഇതിൻ്റെ തുക എന്ന് പറയുമ്പോൾ 1 + 2 + 3 + 6 എന്ന് പറയുമ്പോൾ എത്ര വരും? 12. 6ൻ്റെ ഇരട്ടിയാണ് 12. അതിനാൽ 6 എന്ന് പറയുന്നത് ഒരു അനകസംഖ്യയാണ്. ഇനി ഇതേപോലെ അനകസംഖ്യകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 6, 28, 496 എന്നിങ്ങനെ പറയാൻ സാധിക്കും. അങ്ങനെ പറയുമ്പോൾ 28ഉം ഒരു അനകസംഖ്യയാണ്. നമ്മുടെ ചോദ്യം ഇതിൽ അനകസംഖ്യ അല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ആൻസർ എന്ന് പറയുന്നത് ഡി ഓപ്ഷൻ ആയിരിക്കും. ഉത്തരം 4. ചോദ്യം നമ്പർ 13. ഒരു NH റോഡിലെ 3 വ്യത്യസ്ത ജംഗ്ഷനുകളിലെ ട്രാഫിക് ലൈറ്റുകൾ നിരീക്ഷിച്ചപ്പോൾ ഓരോ 60 സെക്കൻഡിലും 120 സെക്കൻഡിലും 24 സെക്കൻഡിലും അവ പച്ചയായി മാറുന്നു. രാവിലെ 7 മണിക്ക് സിഗ്നലുകൾ ആരംഭിച്ചപ്പോൾ എല്ലാ ലൈറ്റും പച്ചയായിരുന്നു. ഇതിനുശേഷം എത്ര സമയം കഴിഞ്ഞ് 3 സിഗ്നലുകളും ഒരേ സമയം വീണ്ടും പച്ചയായി മാറും? ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസറിലേക്ക് എത്താൻ തന്നിരിക്കുന്ന സംഖ്യകളുടെ LCM കണ്ടാൽ മതി. 60, 120, 24 ഇതിൻ്റെ LCM കാണുക. ഈ 3 നമ്പറുകളെയും നമ്മൾക്ക് 12 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പം 60നെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ 5 വരും, 120നെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ 10 വരും, 24നെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ 2 വരും. ഇനി ഈ സംഖ്യകളെ നമ്മൾക്ക് 5 കൊണ്ട് ഹരിച്ചാൽ 1, 2, 2 എന്ന് പറയാം. വീണ്ടും 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. 1, 1, 1. അപ്പോൾ 12, 5, 60, 60 × 2 120 സെക്കൻഡ്, അല്ലെങ്കിൽ ആൻസർ 2 മിനിറ്റ് എന്ന് പറയാം. 60 സെക്കൻഡാണ് 1 മിനിറ്റ്, 120 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 2 മിനിറ്റാണ് ഉത്തരം. 15ാമത്തെ ചോദ്യം. 5, 12, 31, 68 എക്സെട്ര എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏത്? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഇങ്ങനെ നോക്കാം. 1ൻ്റെ ക്യൂബിനോട് കൂടി 4 കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വില നമ്മൾക്ക് എത്രന്ന് കിട്ടും? 5. അടുത്ത 2ൻ്റെ ക്യൂബിനോട് കൂടി 4 കൂട്ടുക. 2ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 8, 8 + 4 എന്ന് പറയുമ്പോൾ 12 കിട്ടും. അടുത്ത 3ൻ്റെ ക്യൂബിനോട് കൂടി 4 കൂട്ടിയാൽ 3ൻ്റെ ക്യൂബ് 27 + 4 എന്ന് പറയുമ്പോൾ 31 വരും. അങ്ങനെയാണെങ്കിൽ 4ൻ്റെ ക്യൂബിനോട് കൂടി 4 കൂട്ടിയാൽ 4ൻ്റെ ക്യൂബ് 64 + 4 എന്ന് പറയുമ്പോൾ 68 വരും. നമ്മുടെ ഉത്തരം 5ൻ്റെ ക്യൂബിനോട് കൂടി 4 കൂട്ടുക. 5ൻ്റെ ക്യൂബ് 125 + 4, നമ്മുടെ ഉത്തരം 129 എന്ന് കിട്ടും. ചോദ്യം 16. ഒരു ബസ് യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 km/h വേഗതയിലും അടുത്ത 120 കിലോമീറ്റർ ദൂരം ശരാശരി 20 km/h വേഗതയിലുമാണ് സഞ്ചരിച്ചത്. മുഴുവൻ യാത്രയിലും ശരാശരി വേഗത എത്രയാണ്? ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം 30 km/h വേഗതയിലും അടുത്ത 120 കിലോമീറ്റർ ദൂരം 20 km/h വേഗതയിലും സഞ്ചരിച്ചു. 2 തുല്യ ദൂരം വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ ശരാശരി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ 2xy/x + y എന്ന ഫോർമുല ഉപയോഗിക്കാം. എക്സും വൈയും എന്താണെന്ന് ചോദിച്ചാൽ വേഗതകളായിരിക്കും. അപ്പോൾ ഉത്തരം 2 × 30 × 20/30 + 20 എന്ന് പറയുമ്പോൾ 50 വരും. 0, 0 ക്യാൻസലായിപ്പോയി. 30നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 6 വരും. ആൻസർ 6, 2, 12 × 2 24 km/h എന്ന് വരും. 17ാമത്തെ ചോദ്യം. ചുവടെ തന്നിട്ടുള്ളവയിൽ ദ്വിമാന രൂപങ്ങൾ തരംതിരിക്കുക. ഈ ചോദ്യത്തിൽ ദ്വിമാന രൂപങ്ങൾ, അതായത് 2 ഡയമെൻഷണൽ ഷേപ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വൃത്തം വരും, സപ്തഭുജം വരും, ഷഡ്ഭുജം വരും. ഇതിൽ ദ്വിമാന രൂപം അല്ലാത്തതാണ് വൃത്തസ്തൂപിക. അപ്പോൾ നമ്മുടെ ആൻസർ 1, 2, 4. 6ാമത്തെ ചോദ്യം. കുമാരൻ കുറച്ച് ദിവസങ്ങളിലെ പാൽ വിൽപ്പന പരിശോധിച്ചപ്പോൾ ഒരു ദിവസത്തെ ശരാശരി വരുമാനം 150 രൂപയാണ് എന്ന് കണ്ടു. ഇതേ രീതിയിൽ തുടർന്നാൽ ജൂൺ മാസത്തിൽ കുമാരന് പാൽ വിൽപ്പനയിൽ നിന്ന് എത്ര രൂപ കിട്ടും? കുമാരൻ ഒരു ദിവസത്തെ ശരാശരി വരുമാനം 150 രൂപയാണ്. ജൂൺ മാസം മൊത്തത്തിൽ 30 ദിവസമുണ്ട്.
തുക കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ശരാശരി എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 150നെ 30 കൊണ്ട് ഗുണിക്കുക. ഉത്തരം 4500 എന്ന് വരും. 19ാമത്തെ ചോദ്യം. അപ്പു പി എന്ന സ്ഥലത്ത് നിന്നും 2/3 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച ശേഷം 5/7 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. എങ്കിൽ പിയിൽ നിന്നും ഇപ്പോൾ അവൻ എത്ര ദൂരെയാണ്? അയാൾ 2/3 കിലോമീറ്റർ ദൂരം കിഴക്കോട്ട് പോയിട്ട് 5/7 കിലോമീറ്റർ ദൂരം പടിഞ്ഞാറോട്ട് പോയി. അപ്പോൾ ഇതാണ് പി എന്ന് പറയുന്ന സ്ഥലം. ഇവിടുന്ന് 2/3 കിലോമീറ്റർ ദൂരം കിഴക്കോട്ട് പോയി. എന്നിട്ട് അതേപോലെ തിരിച്ച് 5/7 കിലോമീറ്റർ ദൂരം പടിഞ്ഞാറോട്ട് വന്നു. കിഴക്കോട്ട് പോയിട്ട് പടിഞ്ഞാറോട്ട് വന്നു. ഇനി ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൻ്റെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട. 5/7 നിന്നും 2/3 കുറച്ചാൽ മതി. 5/7നെ 7 × 1 7 + 5 12/7 - 2/3 എന്ന് പറയാം. A/B എന്ന് പറയുന്ന ഭിന്നസംഖ്യയും C/D എന്ന് പറയുന്ന ഭിന്നസംഖ്യയും തമ്മിൽ കുറയ്ക്കാൻ A × D AD - B × C BC/B × D BD എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിന് ഉത്തരത്തിലേക്ക് എത്താൻ 12 × 3 36 -7 × 2 14/7 × 3 21 വരും. എന്ന് പറയുമ്പോൾ നമ്മൾക്ക് 36ന് 14 കുറച്ചാൽ 22/21 എന്ന് പറയാം. അപ്പോൾ 22നെ 21 കൊണ്ട് ഹരിച്ചാൽ ഒരു പ്രാവശ്യം 21 ബാലൻസ് 1 എന്ന് വരും. ഉത്തരം ആദ്യം ഹരണഫലം മിശ്ര ഭിന്നമാക്കി എഴുതണം. ആദ്യം ഹരണഫലം, പിന്നെ ശിഷ്ടം, അതിന് താഴെ ഹരിക്കുന്ന സംഖ്യ. 1/21 എന്ന് പറയാം. 20ാമത്തെ ചോദ്യം. 500 രൂപ വിലയുള്ള കസേര 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റാൽ നഷ്ടം എത്ര? ഈ ചോദ്യത്തിന് ആൻസറിലേക്ക് എത്താൻ 500 എന്ന് പറയുന്നതിൻ്റെ 10% എത്രയാണെന്ന് കണ്ടെത്തിയാൽ മതി. 500ൻ്റെ 10% എത്രയാണെന്ന് ചോദിച്ചാൽ നഷ്ടം 50 രൂപ. ഇന്നത്തെ ക്ലാസ്സിൽ വിശകലനം ചെയ്ത ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. വീണ്ടും ഒരു ക്ലാസ്സിൽ കാണാം.